നമസ്കാരം. തിരൂരങ്ങാടി കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനം തടഞ്ഞിട്ടാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത്. വയൽ നികത്തി നിർമ്മിച്ച സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത്. പിന്നാലെ 6 വരി പാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സർവീസ് റോഡിൽ വലിയ വിള്ളലുകളുണ്ട്. ദേശീയപാതയിൽ ഏകദേശം 600 മീറ്റർ റോഡാണ് കൂരിയാട് തകർന്നത്. അപകടത്തിൽ സർവീസ് റോഡും ദേശീയപാതയുടെ ഭിത്തിയും തകർന്നു. റോഡിൽ വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും കുഴിയിൽപ്പെട്ടു. അപകടമുണ്ടായി മണിക്കൂറുകളായിട്ടും ദേശീയപാത അധികൃതർ സംഭവസ്ഥലത്ത് എത്താത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി. നിർമ്മാണത്തിലെ പാളിച്ച നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് സ്ഥലം MLA അബ്ദുൽ ഹമീദ് പറഞ്ഞു. എന്നാൽ MLAയും MPയും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപകട സ്ഥലത്ത് നിന്ന് മാറാൻ പ്രദേശവാസികളോട് പറഞ്ഞെങ്കിലും വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. റോഡ് തകർന്നുണ്ടായ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് യാത്രക്കാർ പറയുന്നത്. കാലവർഷം അടുത്തിരിക്കെ ദേശീയപാതയോട് അടുത്ത് ജീവിക്കാനും യാത്ര ചെയ്യാനും ഭയമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ദേശീയപാത നിർമ്മാണം നടക്കവെയുണ്ടായ അപകടത്തിൽ നിന്ന് സർക്കാരിനും ഒഴിഞ്ഞു മാറാനാകില്ല. സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച 2 കാറുകളും അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കാറുകൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും ഉൾപ്പെടെ പതിച്ചു. ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന JCBയും കുഴിയിലേക്ക് വീണു. സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നിടത്താണ് റോഡ് ഇടിഞ്ഞത്. കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വാഹനങ്ങൾ VK പടിയിൽ നിന്നും മമ്പുറം വഴി കക്കാട് വഴിയാണ് പോകേണ്ടതെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ദേശീയപാത നിർമ്മാണത്തിനിടെ കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശത്തെ 7ഓളം വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചത് നേരത്തെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായും താമസയോഗ്യമല്ലാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പ്രദേശത്ത് മീറ്ററുകളോളം താഴ്ചയിൽ പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോൺക്രീറ്റ് ബീറ്റ് കുന്നിൻ്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതോടെയാണ് മുകളിലത്തെ വീടുകൾക്ക് വലിയ തോതിലുള്ള വിള്ളലുകൾ സംഭവിച്ചതെന്നാണ് പ്രദേശവാസികൾ ആരോപിച്ചത്.